ഈ അമേരിക്കയിലെ കാലിഫോർണിയയിലുണ്ടായ ആ സംഭവം ഉണ്ടല്ലോ, അത് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കാലിഫോർണിയയിൽ മലയാളിയായ ആനന്ദ് സുജിത്ത് ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തിയിട്ട് ആത്മഹത്യ ചെയ്തത്. ഞെട്ടലോടെയാണ് നമ്മളത് കേട്ടത്. കൊല്ലം സ്വദേശിയാണ് ഇയാൾ. മാത്രമല്ല, ഇയാളുടെ കുടുംബത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മധു കൊട്ടാരക്കര ഇന്നലെ എന്നോട് രാത്രിയിൽ സംസാരിക്കുകയായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് തന്നെയാണ് കിടന്നത്. രാത്രി മുഴുവൻ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എത്രമാത്രം ശിഥിലമായി പോയിരിക്കുന്നു എന്ന് ഞാൻ ആലോചിച്ചു. ചെറിയ കാര്യങ്ങളിൽ പോലും ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ എണ്ണം, കുടുംബത്തിൻ്റെ എണ്ണമൊക്കെ കൂടി വരുന്ന ഒരു ആസുര കാലത്ത് നമ്മൾ ജീവിക്കേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം. സമർത്ഥരായ IT പ്രൊഫഷണലുകളായിരുന്നു ഈ ആനന്ദും ഭാര്യ ആലീസും. കൊല്ലത്ത് നിന്ന് ഏതാണ്ട് 9 കൊല്ലം മുമ്പാണ് അവർ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തത്. ഈ ദമ്പതികൾ ഇപ്പോഴും മരണത്തിന് കീഴടങ്ങിയതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ ഇപ്പോഴും വെളിവായിട്ടില്ല. എന്നാലും എട്ടും പൊട്ടും തിരിയാത്ത നിഷ്കളങ്കരായ 4 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളെ ഇരയാക്കിയിട്ടാണ് ഇവർ കടന്നുപോയത്. മികച്ച വിദ്യാഭ്യാസമുള്ള, മികച്ച തൊഴിൽ ചെയ്യുന്ന ഒരു കുടുംബത്തിൽ ഇങ്ങനെ സംഭവിക്കുമെങ്കിൽ സാധാരണ കുടുംബത്തിൽ എന്തൊക്കെ സംഭവിക്കാം എന്ന് ഞാൻ ആലോചിക്കുന്നു. എന്തായാലും ഈ കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ വിദ്യാഭ്യാസമുള്ളവരെ പോലും സ്വാധീനിക്കുന്നു എന്ന് വേണം ഈ കാലിഫോർണിയയിലെ സംഭവങ്ങൾ നമ്മളോട് ബോധ്യപ്പെടുന്നത്. അത് എന്നെ മാത്രമല്ല, മനുഷ്യരാശി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളെയും വല്ലാതെ അലട്ടും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ക്ഷമിക്കാനും പൊറുക്കാനും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വേഗം വിദ്യാഭ്യാസം നൽകുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്ത് കാര്യം? 2 വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകൾ ഒരുമിച്ച് ഒരേ കിടക്ക പങ്കിട്ട് ജീവിച്ചു തുടങ്ങുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പുറത്തേക്ക് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ പലതും പരമാവധി പറഞ്ഞ് അനുനയിപ്പിച്ച്, അതേപോലെ ചിലപ്പോഴൊക്കെ സറണ്ടർ ചെയ്ത് ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ ഈ ആത്മഹത്യ എന്നൊരു സാധനം നമുക്ക് ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കാൻ കഴിയും. അങ്ങനെ ആകട്ടെ നമ്മുടെ ഈ നല്ല ചിന്ത. ഈ പ്രഭാതത്തിൽ അതിനുള്ള വിവേകം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. മാത്രമല്ല, വളരെ മൂല്യമുള്ള ഒരു സാധനമാണ് ജീവൻ എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളുടെ ക്രൂരത കാണിക്കരുത്, പ്ലീസ്. അത് കളഞ്ഞു കുളിക്കരുത്.